ഓർക്കൂട്ടിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് അന്നത്തെ ന്യൂ ജനറേഷൻ മാറിയ കാലം. സലീമിന്റെ വായ്ത്താരികളും ബി ലൈക്ക് ഫിലോമിനയുമാണ് അന്ന് ഫേസ്ബുക്കിനെ നിറച്ച മീമുകൾ. ചേഞ്ച് വേണമത്രേ ചേഞ്ച് എന്ന് ഡാൻസ് മാസ്റ്റർ വിക്രം. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പ്യാരി. ഐ ആം ദ സോറി അളിയ എന്ന് ഓമനക്കുട്ടൻ. ഒന്നുകിൽ ജഗതിയും ഇന്ദ്രൻസും ചെയ്യുന്ന സ്ലാപ്സ്റ്റിക് കോമഡി, അല്ലെങ്കിൽ പ്രിയദർശനും സിദ്ദിഖ് ലാലും ഒക്കെ ഒരുക്കുന്ന സിറ്റുവേഷൻ തമാശകൾ. അതിനപ്പുറത്തേക്ക് ഫ്രെയിമിലേക്ക് കയറി വന്ന് അതുവരെ കണ്ടിട്ടില്ലാത്ത ആറ്റിറ്റ്യൂഡുമായി സലീം തമാശ പറഞ്ഞു ചിരിപ്പിച്ചു. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. തമാശയ്ക്കപ്പുറത്തേക്കും സലീമിന്റെ ശബ്ദം മലയാളികളുടെ ഉള്ള് കീറിയിട്ടുണ്ട്. നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാളൂർ പറയണം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ.